മസ്കുലാർ ഡിസ്ട്രോഫി എന്ന അപൂർവ ജനിതക രോഗം ബാധിച്ച തൃശൂർ തളിക്കുളത്തെ അനീഷ അഷ്റഫിന് 10ാം തരം തുല്യതാ പരീക്ഷ വീട്ടിലിരുന്ന് എഴുതുന്നതിന് പ്രത്യേക അനുമതി നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. പ്രത്യേക കേസായി പരിഗണിച്ചാണ് ഈ അനുമതി നൽകിയതെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നൽകിയ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. പേശികൾ ക്രമേണ നശിക്കുന്ന മസ്കുലാർ ഡിസ്ട്രോഫി എന്ന അപൂർവ ജനിതക രോഗം ബാധിച്ച വ്യക്തിയാണ് 32 വയസ്സുള്ള അനീഷ അഷ്റഫ്. 8ാം വയസ്സിൽ രോഗം പിടിപെടുകയും 11ാം വയസ്സായപ്പോഴേക്കും നടക്കാൻ കഴിയാതെ പഠനം ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തിരുന്നു. സന്തോഷമായില്ലേ? അപ്പൊ പരീക്ഷ എഴുതുക. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഉത്തരവ് കൊടുക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കാനേ, ബുദ്ധിമുട്ടായിരിക്കാനും വാരിലൊക്കെ കൂട്ടി മുട്ടിട്ടായിരിക്കുന്നത്. ഒരു അനുകൂലമായ തീരുമാനം നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് എല്ലാ തീരുമാനങ്ങളും ഈ നിലയിൽ തന്നെയാണ്. നന്നായി പഠിച്ച് പരീക്ഷ എഴുതുക, അസുഖമൊക്കെ ഭേദമാകട്ടെ.